ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും മുന്നംഗം A അജികുമാറും അറസ്റ്റിലായി. 2019 സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായ ദ്വാരപാലക പാളി കേസിലാണ് ഇരുവരെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. PS പ്രശാന്ത് കേസിലെ 17ാം പ്രതിയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ മൂന്നാമത്തെ ആളാണ് ഇന്ന് അറസ്റ്റിലായത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. രാവിലെ തിരുവനന്തപുരത്തെ കരകുളത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം കാറിൽ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. 2025 PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി അറ്റകുറ്റപ്പണിക്കും സ്വർണം പൂശുന്നതിനുമായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ചതാണ് കേസ്. ഇത് 2019 ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയുള്ള ക്രിമിനൽ ഗൂഢാലോചനയും നീക്കവുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. PS പ്രശാന്ത്, ആ ബോർഡിലെ അംഗമായിരുന്ന A അജികുമാർ എന്നിവരുടെ പങ്ക് വളരെ വ്യക്തമാണെന്നും അതിൽ നിന്ന് കൃത്യമായ തെളിവുണ്ടെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 10:40 SIT സംഘം PS പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലേക്ക് എത്തിച്ചു. തൊട്ടു പിന്നാലെ SIT അന്വേഷണ സംഘ തലവൻ SP S ശശിധരൻ ഇവിടേക്ക് എത്തി അന്വേഷണം ആരംഭിച്ചു, ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അതിന് പിന്നാലെ 11 കൂടിയാണ് ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് A അജികുമാറിനെ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവരുന്നത്. ഇരുവരെയും വ്യത്യസ്തമായി ഇരുത്തി ചോദ്യം ചെയ്തു. പിന്നീട് ചോദ്യം ചെയ്യൽ ഒരുമിച്ചിരുത്തിയായി. 2025 സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പകരം 2019 കേസിൽ ഇരുവരെയും പ്രതികളാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസിൽ പ്രശാന്ത് 17ാം പ്രതിയും അജികുമാർ 18ാം പ്രതിയുമാണ്. നടപടിക്രമത്തിലൊരു വീഴ്ച മാത്രമേ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് PS പ്രശാന്ത് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. 2025 സെപ്റ്റംബർ മാസത്തിൽ ദ്വാരപാലക ശില്പത്തിന്റെ പാളി അഴിച്ചെടുത്ത് അറ്റകുറ്റപ്പണിക്കും സ്വർണം പൂശലിനുമായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ചതിന് ശേഷം മാത്രമാണ് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഈ വിവരം അറിയുന്നത്. ഇത് ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് 2019 സ്വർണ്ണക്കൊള്ള അടക്കം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നടപടിക്രമങ്ങളുടെ വീഴ്ചയായി മാത്രം ഹൈക്കോടതി കാണുന്നില്ല. PS പ്രശാന്തും A അജികുമാറും അറസ്റ്റിലായെങ്കിലും SITയുടെ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് തൃപ്തിയില്ലാത്ത മട്ടിലുള്ള പ്രതികരണമാണ് വരുന്നത്. അത് ദേവസ്വം മന്ത്രി പരസ്യമായി ആവർത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഓരോ അറസ്റ്റ് എന്നല്ലാതെ ഒരു ഫൈനൽ കുറ്റപത്രം എന്നാണ് സമർപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷമേ സർക്കാരിന് അഭിപ്രായം പറയാൻ പറ്റൂ. ഏതായാലും ചാർജ് ഷീറ്റ് ഈ മാസം ഉണ്ടാവുമെന്നാണ് നോക്കുക. ഈ മാസം കണ്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ അതൃപ്തി സർക്കാർ അറിയിക്കും. സംശയമൊന്നും അക്കാര്യത്തില്ല. ഇതിങ്ങനെ എഴഞ്ഞു പോകുന്നത് വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ സർക്കാരിന് കഴിയില്ല. ഈ കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതായിരുന്നു PS പ്രശാന്തിന്റെ വാദം. എന്നാൽ ആ വാദത്തെ പൂർണ്ണമായും CPM നേതൃത്വം തള്ളി. അതായത് CPMന്റെ പിന്തുണ PS പ്രശാന്തിന് ഉണ്ടാകില്ല. അതേ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്ന് കരുതുന്നു. ഞാൻ പറയുന്നില്ല. SIT തലവന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം ഇരു പ്രതികളെയും പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്തു. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. പിന്നീടാണ് വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയത്. പ്രശാന്ത് കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.